നോവായ് സുഹാൻ. പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതെയായ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. 21 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം ലഭിച്ചത്. കുട്ടി കുളത്തിലെത്തിയതിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടേത് മുങ്ങി മരണമെന്ന് സ്ഥിരീകരണം. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമങ്കോട് സ്വദേശി മുഹമ്മദ് അനസ് താഹിറ ദമ്പതികളുടെ മകൻ 6 വയസ്സുകാരൻ സുഹാനെ കാണാതായത്. 8 വയസ്സുകാരനായ സഹോദരനോട് പിണങ്ങി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു സുഹാൻ. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ പോലീസിൽ വിവരമറിയിച്ചു. പോലീസും അഗ്നിശമന സേനയും എത്തി വീടിന് സമീപത്തെ കുളങ്ങളിൽ ഇന്നലെയും ഇന്ന് രാവിലെയും പരിശോധന നടത്തി. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. പിന്നീട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും 600 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുളത്തിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. കുളത്തിൽ കുട്ടി എത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ചിറ്റൂർ നഗരസഭ ചെയർമാൻ ആവശ്യപ്പെട്ടു. കുളം നമ്മളാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോസ്കോഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം ഉള്ളത്. മറിഞ്ഞു വീണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. മറ്റു 2 സ്ഥിതി വരമ്പത്ത് നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. കുളിക്കാൻ ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ഏതായാലും അത് പോലീസ് വിശദമായ ഒരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പരിശോധിക്കുകയാണെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും പറഞ്ഞു. അന്വേഷണം ഞാൻ പോലീസായിട്ട് ചോദിച്ചു. അവർ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു റിപ്പോർട്ട് ഉണ്ടാവും. അവർക്ക് തോന്നുന്നു. ഇപ്പം നോക്കുമ്പോൾ നേരത്തെ ആ കുട്ടി അതിലേ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. എന്തായാലും നായ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടപ്പോഴാണല്ലോ ഇത് കണ്ടുപിടിച്ചത്. എന്തായാലും പരിശോധിക്കാനുണ്ട്. അതേസമയം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സുഹാന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയും അറിയിച്ചു. ജനം, പാലക്കാട്.